ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വയറിങ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ വയറിങ്ങും അതുപോലെ തന്നെ റൂമിൻ്റെയൊക്കെ വയറിങ് ചെയ്തിട്ടുണ്ട്. ഈ വയറിങ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് പിടിപ്പിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നമുക്ക് പൈപ്പ് എങ്ങനെ കൊണ്ടുപോകാമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഒരു റൂമാണ്. ആ റൂമിൻ്റെ വയറിങ് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വയറിംഗ് ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 25ൻ്റെ പൈപ്പും 20യുടെ പൈപ്പുമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് 1 ഇഞ്ച് പൈപ്പ് 3/4 ഇഞ്ച് പൈപ്പും. ഇത് നമ്മൾ ആദ്യമേ തന്നെ ആ റൂമിൻ്റെ എൻട്രൻസ് കൊടുത്തിരിക്കുന്ന 8 മോഡുകൾ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 8 സ്വിച്ച് കൊടുക്കാവുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്ലഗ് കൊടുക്കുകയാണെങ്കിൽ 6 സ്വിച്ച് കൂടി വരും. ബാക്കി ഒരു പ്ലഗിനും കൂടിയിട്ട് 2 മോഡുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ സർക്യൂട്ട് കണ്ട് അതിൻ്റെ ബാക്ക് തുളഞ്ഞ് വരുന്നതാണ് സർക്യൂട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന 2 പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 1 ഇഞ്ച് പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പൈപ്പ് പോകുന്നത് നേരെ അപ്പുറത്തുള്ള റൂമിൻ്റെ സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് ലിങ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഇടുന്ന പൊസിഷനാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ 6 അടി വരുന്ന ബെഡ് ഇടുന്ന 2 പൊസിഷനിൽ വരുന്ന 2 സൈഡിലുള്ള ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം 6 മോഡ്യൂളിൻ്റെയും അപ്പുറത്തെയും അതുപോലെ തന്നെ 6 മോഡ്യൂളിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് രണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണത്തിൽ നമ്മൾ കൊടുക്കുന്നത് 2 വേ സ്വിച്ചുകളാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ വരുന്നത് 2 വേ സ്വിച്ച് വരുന്നുണ്ട്. അത് ആദ്യമേ തന്നെ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോക്സ് കൊടുക്കുന്നത് സൈഡ് ടേബിളിന് വേണ്ടിയിട്ട് ഒരു 50 സെൻറ്റിമീറ്റർ കൊടുക്കും. അതിൻ്റെ സെൻറ്ററായിട്ടാണ് നമ്മൾ ബോക്സ് കൊടുക്കുന്നത്. അതിനുശേഷം 50 സെൻറ്റിമീറ്റർ ഭിത്തിയിൽ നിന്ന് മാറിയതിന് ശേഷം വീണ്ടും ഒരു 6 അടി വയ്ക്കും. 6 അടി വെച്ചിട്ട് ആ 6 അടിയുടെ എൻഡാണ് അടുത്ത ബോക്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് 75 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 70 സെൻറ്റിമീറ്ററാണ് കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ്. 70 സെൻറ്റിമീറ്റർ നിങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 65 സെൻറ്റിമീറ്റർ ഫിനിഷിംഗ് ലെവൽ കിട്ടും. അത് അടുത്തേ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുന്ന 2 പൈപ്പിൽ ഒരെണ്ണം നേരെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അപ്പുറത്തെ റൂമിലേക്ക് പോയി, ഒരെണ്ണം നമ്മൾ നേരെ ഈ ബോക്സിലേക്ക് വരുന്നു. ആ ബോക്സിൽ നിന്നും വീണ്ടും ഒരു 1 ഇഞ്ച് പൈപ്പിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് വരുന്നത്. ഇവിടെയാണ് വരുന്നത് AC-യുടെ സ്വിച്ച്, മാസ്റ്റർ സ്വിച്ച്, ഒരു പ്ലഗ് സ്വിച്ചും വരുന്നുണ്ട്. അങ്ങനെ 6 ഫില്ലായി കഴിഞ്ഞു. അപ്പുറത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വേ സ്വിച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ബോക്സിലേക്ക് തന്നെ ഒരു എക്സോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 20 mm പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എൻട്രൻസിൽ കൊടുക്കാം. എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡിൽ കൊടുക്കാവുന്ന രീതിയിലാണ്. ഇനി എൻട്രൻസിൽ തന്നെ വീണ്ടും നമ്മൾ 2 പൈപ്പ് മുകളിലേക്ക് കൊണ്ടുപോയി, 3 പൈപ്പ് കൊണ്ടുപോയത് കാണാൻ സാധിക്കും. അതിൽ ഒരെണ്ണം നമ്മൾ അവിടുത്തെ ലൈറ്റ് പോയിൻ്റ് ആയിട്ട് എടുത്തു. അത് ബാക്കി വരുന്ന 2 പൈപ്പുകൾ നേരെ വന്നതിന് ശേഷം ബാത്റൂമിൻ്റെ അവിടെ നമ്മൾ നേരെ ഒരു 4 ബോക്സ് വെച്ചിരിക്കുന്നത്, ജംഗ്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ താഴെ എടുത്തിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു 4 മോഡ്യൂളിൻ്റെ ബോക്സ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ ഒരു പൈപ്പ് നമ്മൾ എടുത്തതിന് ശേഷം ഈ ബാത്റൂമിൻ്റെ ലൈറ്റ് നമ്മൾ കൊടുക്കും. ആ ജംഗ്ഷൻ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ ജംഗ്ഷനിൽ നിന്ന് 4 ജംഗ്ഷനിൽ നിന്ന് ഒരു പൈപ്പ് എടുത്ത് നേരെ ബാത്റൂമിൻ്റെ അകത്തേക്കുള്ള ലൈറ്റ് തുളച്ചിരിക്കുന്നു. അതിൽ നിന്നും വീണ്ടും ഒരു പൈപ്പ് ബെൻഡ് ടു ബെൻഡ്, അതായത് ഒന്ന് പൈപ്പ് ചേർത്ത് അടുത്ത ബെൻഡും കൂടി ചേർത്തിട്ട് നമ്മൾ അവിടെ ഒരു മിറർ ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഈ ഏരിയയിലാണ് വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിൻ ആയതുകൊണ്ട് നമ്മളവിടെ ഒരു മിറർ ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് സ്വിച്ച് ബോർഡുകളൊന്നും തന്നെ വരുന്നില്ല, നേരെ പുറത്താണ് വരുന്നത്. അതുകൊണ്ടാണ് എക്സോസ്റ്റിൻ്റെ ലീഡും മിറർ ലാമ്പിൻ്റെ ലീഡും ബാത്റൂമിൻ്റെ ലൈറ്റിൻ്റെ ലീഡും നമ്മൾ പുറത്തെ സ്വിച്ച് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ വരുന്നത് 4 ജംഗ്ഷനിൽ നിന്ന് വരുന്നത് ഫാനിൻ്റെ സീലിങ്ങിലേക്ക്. ഫാനിൻ്റെ സീലിംഗ് നമ്മൾ ഓൾറെഡി വാർക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട വയർ വലിച്ചിട്ടാണ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ വയർ നമ്മൾ നേരെ വലിച്ചെടുത്തിട്ടുണ്ട്. ആ ബെഡ് സ്വിച്ചിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ നമ്മളോട് വീണ്ടും ഒരു എക്സോസ്റ്റ് വയ്ക്കുന്നുണ്ട്. ആ എക്സോസ്റ്റിന് വേണ്ടിയുള്ള ഓപ്ഷനും പുറത്തെ ലൈറ്റിനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 25ൻ്റെയും 20യുടെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. 6 അടി വരാവുന്ന രീതിയിലുള്ള പൊസിഷൻ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് അറിഞ്ഞിരിക്കുക. ഇത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ അത്യാവശ്യം നമുക്കൊരു ബെഡ്റൂമിൻ്റെ സിമ്പിളായിട്ട് വയറിങ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.